ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. പിന്നെ ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് കൂടെയാണ് ഇത്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്ന എല്ലാം നമ്മൾ വഴിയെ കാണിച്ചു തരാം. ഒരു 3 സർപ്രൈസ് കൂടെ ഉണ്ട്. ഓക്കെ, പറയും അപ്പോൾ എങ്ങനെയാ? അപ്പോൾ ഓക്കെ, സഹായിക്കണോ അമ്മോ? സഹായിക്കണോ? എന്ത് നല്ല ഭാര്യ. ഞങ്ങൾ അങ്ങനെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നു 12:45 നമ്മുടെ ഫ്ലൈറ്റ്. ഇനിയും ഫ്ലൈറ്റിൽ കയറി മോർണിംഗ് 7 അവിടുത്തെ 7 o'clock നമ്മൾ അവിടെ എത്തും. ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയോ പ്രോസസ് ഉണ്ട്. നമ്മള് രണ്ടാളും ഇവള് ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ്. അതെ, അതെ. ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാണിച്ചു തരാം. കാണാത്ത ലോകത്ത് ചെന്ന പോലെ. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നമ്മള് കുറച്ച് ഉറക്കെ പറയാമോ? ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. അതെ ഗൈസ്, അങ്ങനെ നമുക്ക് ടിക്കറ്റ് കയ്യിൽ കിട്ടി ഗൈസ്. നമ്മൾ ഇങ്ങോട്ടാ പോകുന്നത്? വിയറ്റ്നാം. കുറച്ച് ഉറക്കെ പറ. വിയറ്റ്നാം. അപ്പോൾ നമ്മൾ 3 സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് 2 സർപ്രൈസ് നമ്മൾ കാണിച്ചു തരാം. മൂന്നാമത്തെ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 2 സർപ്രൈസ്. നിധിയും ന്യൂ മാരീഡ് കപ്പിളും കുറച്ച് 1 മാസം മുന്നത്തെ കപ്പിളും. നമ്മളൊരു മൂന്നാമത്തെ സർപ്രൈസ് എന്ന് പറഞ്ഞത് ഇവരാണ്. വിളിക്കാം. ഗായ്സ്, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സർപ്രൈസ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഹണിമൂണിന് പോവാണ്. ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണെങ്കിൽ നമ്മള് ഊട്ടിക്കും കൊടൈക്കനാലും പോണ പോലെ മിച്ചറും ബ്രെഡും. ഫ്ലൈറ്റിൽ കയറി ഉറങ്ങാൻ പോവല്ലേ അമ്മു? അപ്പോഴും ലിപ്സ്റ്റിക്ക്. ഉറങ്ങുമ്പോഴും ചമഞ്ഞ് ഉറങ്ങണമെന്നാണ് അമ്മു പറയുന്നത്. എന്താ അമ്മു നോക്കുന്നേ? വെയിറ്റ് പേടയാതെ ചിരിച്ച് സന്തോഷത്തോടെ നിങ്ങള് രക്ഷപ്പെട്ടു. നമ്മളങ്ങനെ ചെക്ക് ഇൻ കഴിഞ്ഞു, ടിക്കറ്റ് കയ്യിൽ കിട്ടി, എമിഗ്രേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഇനി കയറാൻ പോകുന്നു. അമ്മൂന് എന്തെങ്കിലും മരുന്ന് വേണേലും വാങ്ങിക്കോ. ഇനി ഫ്ലൈറ്റിൽ കയറി ഛർദ്ദിക്കാൻ വരണു, തലവേദനിക്കണമെന്നൊന്നും പറയരുത്. വിൻഡോ സീറ്റ് കിട്ടിയപ്പോൾ എന്താ സന്തോഷം. വിൻഡോ സീറ്റ് എനിക്കാണ് അമ്മു. അങ്ങനെ എല്ലാരും അങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ അമ്മൂന് ചെറിയ പേടിയൊക്കെ ഉണ്ട്. പിന്നെ ഞാനുള്ളതുകൊണ്ട് അവൾക്ക് കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് ആദ്യമായിട്ട് രണ്ടാളും. എനിക്ക് ടെൻഷനൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്നോണ്ട് ഇവര് നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇനി എന്തോ വേണം. സൈഡ് സീറ്റ് കിട്ടി. അപ്പൊ നമ്മള് ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലീൻ ആക്കിയിട്ടില്ലല്ലോ. ഞാൻ ഇരിക്കുന്ന സീറ്റില് ഫുള്ളും വേസ്റ്റ്. അതിനാണോ കിടന്ന് മുക്കുന്നത്? உள்ள இருக்கை எண்களுக்கு ஏற்ப அமரவும். விமானத்தின் எடை மற்றும் சமநிலை கட்டுப்பாடுகள் காரணமாக
அங்கீகரிக்கப்படாத தள்ளு. இயற்கை மாற்றங்களை நாங்கள் ஊக்கப்படுத்துவதில்லை. എന്ത് അങ്ങനെ നമ്മൾ കോലാലംപൂർ എത്തിയിരിക്കുകയാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാണ്. നന്നായി ഉറങ്ങാൻ പറ്റി. സീനായിരുന്നു. കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല. ഫ്ലൈറ്റിൽ കയറിയവരാരും ഈ കാര്യം പറഞ്ഞില്ല. സീനാണ്. അതിന്റെ അഹങ്കാരം ഉണ്ട് അവർക്ക്. ഇതെവിടെ അമ്മു? എന്താ ഇത്? കോലാലംപൂർ. അങ്ങനെ ഹലോ ഗായ്സ്, ഫൈനലി നമ്മൾ മലേഷ്യയിലെത്തി. നമ്മൾ ഇന്നലെ നൈറ്റ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് 12:30 കയറിയതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ 4:30 4:45 5 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. ഇവിടെ 7:45 നമ്മളിവിടെ എത്തി. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഡനാങ്ങിലേക്ക്. അത് 2 hours ഉണ്ട്. ആ അതെ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ഫ്ലൈറ്റിൽ കയറുമ്പോൾ കാണാം. അങ്ങനെ നമ്മൾ മലേഷ്യ എന്ന് ഫ്ലൈറ്റ് കയറി. ഇത് ഡയറക്റ്റ് ഡനാങ്ങിലോട്ടാണ്. സമയം 8:45. മലേഷ്യൻ ടൈം 8:45. പിന്നെ അവിടെ 5:30. അപ്പോഴേ 5:30 ആയിരുന്നു. ഇപ്പോൾ ഒരു 6 മണിയായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. എൻ്റെ സീറ്റ് ഇറന്ന് മേടിച്ചത്. അവിടുന്ന് വരാനായിട്ട് എനിക്കായിരുന്നു വിൻഡോ സീറ്റ്. ശരി, കുറച്ച് ദാനശീലയൊക്കെ ആവാം. ഷെയറിങ് ഈസ് കെയറിങ് അമ്മു. കണ്ടാ മതി എല്ലാത്തിനും. പ്രഭാത ഭക്ഷണം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്നിക്കേഴ്സ് ഉണ്ട്. അതെ, ബാഗ് നിറച്ചും പാലക്കാടൻ ഐറ്റംസ് ആണ്. ബ്രെഡ് ഉണ്ട്, സ്നിക്കേഴ്സ് ഉണ്ട്, അച്ചപ്പം, കുഴലപ്പം. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? അങ്ങനെ നമ്മൾ വിയറ്റ്നാമിലെത്തി. ടൈം ഇവിടുത്തെ 11:30. നാട്ടിൽ എത്ര ടൈം? 11:30. ഓക്കെ, 10:30. സമയമാകുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്നൊക്കെ. നിങ്ങൾക്ക് എയർപോർട്ടെല്ലാം കാണിച്ചു തരാം. ഞങ്ങൾ വന്ന് ഇറങ്ങിയത്. ഫ്ലൈറ്റിലുണ്ടായ ഞങ്ങളെ ഒഴികെ ബാക്കി എല്ലാവരും നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് നൈറ്റ് ട്രാവൽ ചെയ്ത് വന്നതാണ്. ഇവരൊക്കെ ഇടയിൽ വെച്ച് കയറിയവര്. അതുകൊണ്ട് അല്ലേ? പക്ഷെ അമ്മു പിന്നെ സുന്ദരി ആയതുകൊണ്ട് ഇപ്പോഴും അപ്പോഴും നമ്മുടെ ബാഗും ലഗേജും അവരടുത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. അത് വന്നോ ഇല്ലയോന്ന് അറിയില്ല. അതില്ലെങ്കിൽ ഡ്രസ്സ് ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ തന്നെ നടക്കേണ്ടി വരും. ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാന്ന് വെച്ചാല് നമ്മള് വാരി കൊടുക്കണം. അങ്ങനെ നമ്മൾ ഡനാങ് എത്തി ഗൈസ്. പക്ഷെ അമ്മുവിൻ്റെ പെട്ടി കാണുന്നില്ല. അമ്മുവിൻ്റെ പെട്ടി മാത്രം കാണുന്നില്ല. അമ്മു അതുകൊണ്ട് വിഷമത്തിലാണ്. നമുക്ക് അറിയണ്ട, പെട്ടി വരും. ഇതൊന്നും അല്ല, അത് അമ്മുവിൻ്റെ പെട്ടി നോക്കി അമ്മ നിൽക്കുകയാണ്.
പെട്ടി ആരും എടുക്കല്ലേ. അമ്മു പെട്ടിയൊക്കെ കിട്ടി, ഇനി എന്തോ വേണം. സിം കാർഡ്. അങ്ങനെ നമ്മളെല്ലാ പ്രോസസ്സും കഴിഞ്ഞ് പുറത്തിറങ്ങി. എന്ത് ഇന്ന് മുഖത്തൊരു വാട്ടമൊക്കെ പറ. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇത് ഓറഞ്ച്, ഇത് റിയൽ ഓറഞ്ച് ആണോ? തൊട്ടാ ഫൈൻ കേട്ടോ ഗൈസ്. നമ്മളങ്ങനെ മണി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് വന്നതാണ്. ദിവനും പിള്ളേരും അവിടെ മണി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ ചിലവാക്കാൻ കാശ് വേണമല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ചിലർക്കൊക്കെ 50K അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്ന് അതിൻ്റെ ചിലവാണ് ഗൈസ്. എന്തോ ചിലവെന്താ? ഇതൊക്കെ തന്നെ ചിലവല്ലേ എനിക്ക്. അതെ, പക്ഷെ ഇവിടെ പ്ലേസും കൊള്ളാം, ആൾക്കാരും കൊള്ളാം അല്ലേ? പ്രത്യേകിച്ച് ജിത്തുവിനടുത്ത പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഒരു സ്പ്രൈറ്റ് മേടിക്കുന്നതിന് $20,000 ഒരു കൊക്കക്കോളക്ക് 20,000 ഡോങ്. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും വാങ്ങില്ല. എന്തിനാണ് നമ്മൾ വെറുതെ പൈസ കളയുന്നത്? സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാൻ പറ്റില്ല. ഇല്ല, നമ്മൾ കുടിക്കല്ലേ, നമ്മുടെ ലിവറിന് കേടാ. അങ്ങനെ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തത് വന്നു, നമ്മളെല്ലാവരും കയറി. അമ്മുവിൻ്റെ കയ്യിൽ 1,05,000 നോട്ടാണുള്ളത്. പിന്നെ ഒരു കാര്യം അറിയോ, 50K അടിച്ചു ഒരാൾക്ക്. അതുകൊണ്ട് 1,00,000. അങ്ങനെ നമ്മള് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന്റെ ഫ്രണ്ടിലെത്തി. എന്താ ഓർഡർ ചെയ്തേ? നൂഡിൽസ് ഉണ്ടോ ചേച്ചി? നൂഡിൽസ് ഇല്ല. റൈസ് ഉണ്ടോ ചേച്ചി? റൈസ് ഇല്ല. ഇവര് പറഞ്ഞ ബ്രെഡും ഓംലെറ്റും മാത്രമേ ഉള്ളൂ എന്ന്. ശരി, എന്നാ അതെങ്കിൽ പറ. വന്നു ഗായ്സ്, ഫുഡ് വന്നു ഗായ്സ്. 2 ഏത്തക്ക പുഴുങ്ങിയതും 2 ബുൾസയും. ഓരോ കടി അടിച്ചാൽ കറക്റ്റായിരിക്കും. പെടയാണ്. ഞാൻ വീട്ടിന്റെ ഫോട്ടോ എടുക്കുന്നത് പറഞ്ഞപ്പോ ഇത് എടുക്കണ്ട, ഇതൊക്കെ എന്തിനാ എടുക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ മഴയാണെന്ന്. നമ്മൾ വിയറ്റ്നാം എൻജോയ് ചെയ്യാൻ വന്നപ്പോഴത്തേന് ഇവിടെ പെരുമഴ. പിന്നെ ഇനി പനി പിടിച്ച് കിടക്കാണ്. തരുമോ? കണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഹോട്ടലല്ല, ഒരു ഷോപ്പിൽ കയറി. അവിടെ ചെന്നപ്പോൾ അവർ ഒന്നുമില്ല, കുറേ എന്തോ മെനുവിൽ എന്തൊക്കെയോ കാണിച്ചു. പക്ഷേ മേടിച്ചത് ബന്നും ഓംലെറ്റിന് നാട്ടിലെ 300 രൂപ. അത് കഴിച്ചിട്ട് ഇറങ്ങി. ഇനി അടുത്ത ഷോപ്പ് നോക്കാൻ വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് സ്മോക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഇവിടെ ഈ സൈഡിൽ ഇരുന്ന് ബിയർ അടിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇതൊക്കെ ഇവിടെ ഭയങ്കര നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളൊന്നും ആരും അങ്ങനെ ചെയ്യാത്ത കൊണ്ട് കുഴപ്പമില്ല. വലിക്കുക അടിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സീനില്ല. പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ നമുക്ക് എന്താ ഇറിറ്റേഷൻ. ഇങ്ങനെ നമുക്ക് കഴിക്കുന്ന അത് കൈ കഴുകാനുള്ളതാണ് അമ്മു. ഇത് അവിടെ നോക്ക്, നാറ്റിക്കും. അങ്ങനെ തന്നെ
കൈ കൊണ്ട് എടുത്ത് കഴിക്കാതെ കൈ കൊണ്ടെടുത്ത് കഴിക്കാൻ നാണക്കേടാ. മതിയായ കടിച്ചോ അപ്പൊ താഴെ വീഴും. അതൊക്കെ പൊളി തന്നെ. ഇതൊക്കെ നേരത്തെ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാ വന്നിരിക്കുന്നത്. പാമ്പ് എര മെഴുകണ പോലെ. എന്തോ നമ്മ കുടിക്കുന്നത്? ടൈഗർ ജ്യൂസാ. ഇത് ദിവനും കുടിക്കുന്നത്. ഞങ്ങള് ഇവിടെ വന്നിട്ട് ന്യൂഡിൽസ് ഓർഡർ ചെയ്തു. ഇതാണ് അവർ തന്നത്. ഇത് വെച്ച് കഴിക്കാനേ പറ്റുന്നില്ല. പിന്നെ ലാസ്റ്റ് അവരോട് ചോദിച്ചിട്ട് അവർക്ക് ഫോർക്ക് കൊണ്ട് തന്നിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. അമ്മു ഒക്കെ വെയിറ്റിംഗ് ആണ്. അമ്മു ഫുൾ ടയേർഡാണ്. പാവത്തിൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം. എല്ലാവരും ടയേർഡാണ്. കുളിക്കണം, പല്ല് തേക്കണം. പോവും. അതെ. ഇപ്പം എത്രയായി? ആ അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി, ഫ്രഷായി. ഇനിയിപ്പോ പുറത്തോട്ട് കറങ്ങാൻ പോകുന്നു. ആ വീഡിയോ കാണിച്ചു തരാം. എങ്ങോട്ടാ? ഇവിടെ നല്ല മഴ. അപ്പൊ ഞങ്ങള് കൊടയും കോട്ടൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നു. ഇവരാണെങ്കിൽ നല്ല റേറ്റും പറയുന്നുണ്ട്. നല്ല മഴക്കോളുണ്ട് ഗൈസ്. ഇത് കാണിക്കല്ലേ വല്ലൊരു നാട്ടുമ്പുറത്ത് നിന്നിട്ട് പറ്റിക്കും. പാലക്കാട് ടൗൺ പോലെ ഉണ്ട്. മുടിയൊക്കെ കാറ്റിൽ പോയി. ഞങ്ങള് ഇപ്പൊ എവിടെയാണ് പോകുന്നത്? എവിടെ പോകുന്നത്? നമ്മള് ഹനോയ് പോവുകയാണ്. ഹനോയ്. ഓപ്പോസിറ്റ് ബീച്ചാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. അവിടെ ബീച്ചാണ്, നൈസാണ്. ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് അറിയില്ല. കുറെ പേരോട് ചോദിച്ചു, അവർക്കും അറിയില്ല. അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ചളി ചളി ചളിയൊക്കെ ഉണ്ട്. ചളിയേ ഉള്ളു. ഫൈനലി നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ബസ് കിട്ടി. ബസ് സ്റ്റോപ്പ് നോക്കി നോക്കി വന്ന് അവസാനം ബസ്സിൽ ചോദിച്ചപ്പോ ബസ്സൊക്കെ കിട്ടി. ബസ്സിൽ ചാർജിന് എത്ര ലക്ഷം പറയും നമുക്ക് അറിയില്ല. അതെ ചോദിച്ചു നോക്കാം. അതെ. അടിപൊളി പ്ലേസ്. മീൻസ് ഓപ്പോസിറ്റ് ബീച്ചാണ്. അടിപൊളി. ഇവിടെ ഇങ്ങനെയാണ് ബസ്സൊക്കെ. നമ്മുടെ അവിടുത്തെ പോലെയൊക്കെ ഉണ്ട് ഫ്രണ്ട്. നമ്മൾ ബസ്സിൽ കയറി ഗൈസ്. ബസ് അടിപൊളി ബസ്. നമ്മൾ മാത്രമേ ഉള്ളൂ. ചേച്ചിയും കൊള്ളാം, ബാക്കി എല്ലാവരും കൊള്ളാം. ഇവിടെ സൈഡിൽ ഇപ്പൊ നമ്മള് കൊറേ സ്ഥലത്ത് ഇങ്ങനെ കണ്ടു ഇങ്ങനെ പ്രതിമകൾ വെച്ചിരിക്കുന്നത്. ബുദ്ധന്റെ, പിന്നെ ഇങ്ങനെ പറയല്ലോ പൈസ കിട്ടും. അതെന്താ പറയുന്നത്? അതെന്താ കറക്റ്റ്? കുബേരന്റെ ഒക്കെ അങ്ങനെ കൊറേ കാഴ്ചകളുണ്ട്. ഹനോയിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഗൈസ്, എത്തുന്നില്ല. ഇനി ഇത് കൊറേ ബിൽഡിംഗ് ഉണ്ട്. നല്ല നല്ല ബിൽഡിംഗ്. അതെ, അമ്മൂനെ പോലെ ഭംഗിയുള്ള ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല നമ്മുടെ ആ സ്പോട്ടില്. ഞങ്ങൾ സത്യം പറയും ഇതുവരെ ഒരു കറക്റ്റ് സ്പോട്ടിൽ പോയിട്ടില്ല. ഇപ്പോഴാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് അറിയാം എങ്ങനെയാണ്. ഇതുവരെ പോയിട്ടില്ലല്ലോ. ഇനി ചെല്ലും പറ അതിനി എന്തുവാ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് കണ്ടപ്പോൾ ഒരു ഇത് തോന്നിയത് ഇവിടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി. അത് അത് കാണാൻ പറ്റും ഇവിടെ. നമ്മൾ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ കേട്ടുള്ളൂ. അമേരിക്കൻ യൂണിവേഴ്സിറ്റി അത് ഞങ്ങൾ കണ്ടില്ല.
അങ്ങനെ ഞങ്ങള് ഹനോയിൽ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നൈറ്റ് ഭയങ്കര വൈബാണ്. നമ്മള് ഹനോയിൽ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നൈറ്റ് ഭയങ്കര വൈബാണ്. നൈറ്റാണ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുന്നത്. ഒരുപാടുണ്ട് കാണാൻ വേണ്ടിട്ട്. ഇവിടെ ആൾക്കാരൊന്നും കാണാൻ നമ്മളെ മാത്രമേ ഇവിടെ ഡ്രസ് ഭയങ്കര വിലയായിരിക്കില്ലേ? ശരി വാ കണ്ടില്ലേ പോവാ. ചെരുപ്പൊക്കെ ഭയങ്കര വില കുറവായിരിക്കും. അമ്മൂന്റെ ക്രോക്സ് ഒക്കെ ഇവിടെ 1000 രൂപയ്ക്ക് കിട്ടായിരിക്കും. അങ്ങനെ ചായ കുടിക്കാൻ ഒരു ചായക്കടയിൽ കയറി. അവിടെ ഒരു സുന്ദരി ഉണ്ട്. അമ്മോ ചേച്ചിയുടെ കാര്യമല്ലേ പറഞ്ഞയാള്? എനിക്കറിയാം ചേച്ചി സീനന്നെ. എല്ലാം ഉപ്പിലിട്ടാന്ന് തോന്നുന്നു. ഇതൊക്കെ കാണുമ്പോ നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ അതുപോലൊക്കെ തോന്നുന്നു. ലൈറ്റ് ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളു. പോയാനിലെ ഏതോ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ചു നേരം കൊണ്ട് നടക്കുക, എത്തിയിട്ടില്ല ഇതുവരെ. ഇവിടെ നമ്മൾ ചർച്ച് കണ്ടു ഗായ്സ്. നമുക്ക് അറിയുന്ന കാര്യമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അടിപൊളി. ഇവിടുത്തെ എല്ലാ വീടുകളും എന്ത് ഒരു കടയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൻ പുറത്തെ കടകൾ പോലെ ഇങ്ങനെ വഴിയോരത്തില് ചെറിയ ഒരു കടയൊക്കെ ഇട്ട് ഇവരിങ്ങനെ മുട്ട പുഴുങ്ങി വെച്ചതൊക്കെ, കടല. പിള്ളേരിരുന്ന് ഫോണിൽ കളിയാൻ എവിടെ പോയാലും പിള്ളേരിരുന്ന് ഫോണിൽ കളിയാൻ. നാട്ടിലാണെങ്കിൽ അതന്നെ, ഇവിടെ ആണെങ്കിൽ എടുത്തോ? വാങ്ങിത്തരോ? എടുത്തത് എങ്ങനെ കൊണ്ടുപോകും? അതൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും. എത്ര ലക്ഷം പറയും? എത്ര ലക്ഷമാണെന്നറിയോ ഒരു ഡ്രസ്സിന്? ഇതൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കും ഇവിടെ ഇലക്ഷനോ മറ്റെന്തോ ആണെന്ന്. പക്ഷെ ഇത് അവരുടെ ഫ്ലാഗ് ആണ്. ഇടയിലിടയിൽ ഒരു അരിവാളിന്റെ ഇതൊക്കെ കാണാറുണ്ട്. നമ്മള് ഈ വീഡിയോസിലൊക്കെ കാണത്തില്ലേ ഇങ്ങനെ പറത്തി വിടുന്നേ, അവിടെയാണ് നമ്മൾ കറക്റ്റ് പോകുന്നത്. അതിന്റെ പേര് ലാൻറ്റൺ. അങ്ങനെ എന്തോ ആണ്. അവസാനം നമ്മൾ അവിടെ എത്താറായി. എന്ത് പറ്റി? ഇവിടെ ഫുള്ള് ഡ്രസ്സസിന്റെ കളക്ഷൻസ് ആണ് രണ്ട് സൈഡും. അമ്മു ഏതാ വേണ്ടേ? എന്താ തൊട്ടാ മുട്ടിയെ പിണങ്ങി. ഇതൊക്കെ അമ്മു ഈ ഡ്രസ്സൊക്കെ ഇല്ലേ സീനായിരിക്കും. യെല്ലോ നമ്മളൊന്നും വേണ്ട പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ല. അങ്ങനെ എന്ത് ചോദിച്ചാലും വേണ്ട വേണ്ടെന്ന് പറയണം. അമ്മു വാട്ട് യു വാണ്ട്? അതൊക്കെ അമ്മൂനെ കണ്ട് പഠിക്കും. എന്ത് ചോദിച്ചാലും വേണ്ട വേണ്ട പറയും. എന്താണ്
ഇവിടൊക്കെ വന്നാൽ പിന്നെ നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ തോന്നത്തേ ഇല്ല. അത്ര കളക്ഷനാണ് ഡ്രസ്സിനൊക്കെ. അമ്മ എന്ത് രസം, ഓരോ മുക്കിനും മൂലയിലും ഡ്രസ്സ് തന്നെ ഇങ്ങനെ. അയ്യോ, ഇതാണ് ഇവിടെ ഫുള്ളും. പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. ഒരുപാടുണ്ട്. ഇത് ദൃഷ്ടി ബൊമ്മ ആണെന്ന് പറയുന്നത്, എനിക്കറിയില്ല കറക്റ്റ്. പിന്നെ സ്പാ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ. മുക്കിന് മുലയിൽ സ്പായും ഉണ്ട്. ആരും പോകുന്നില്ല, കണ്ടില്ലേ? ഫുള്ള് ഡ്രസ്സാണ്. അയ്യോ, ഗേൾസ് ഒക്കെ വന്നാൽ ഇവിടുന്ന് പോവില്ല, അത്രയും കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഓരോ ഡ്രസ്സിനും ലക്ഷങ്ങൾ വില ഉണ്ടെന്ന് മാത്രം. അതെ, ഡ്രസ് ഒന്നല്ല, ഫുൾ കളക്ഷൻസ് ആണ് ഇവിടെ, കണ്ടില്ലേ? നൈറ്റ് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. രസമാണ് ഇവിടെ. ഓ മൈ ഗോഡ്, ഫൈനലി ഞങ്ങൾ അവിടെ എത്തി. ഓ മൈ ഗോഡ്, സീരിയസ്ലി അടിപൊളി. എൻ്റെ ദൈവമേ, ഞാൻ ഇതൊക്കെ വീഡിയോസിലേ കണ്ടിട്ടുള്ളൂ. നോക്ക്, ഓരോ ഇതിലും ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടോ നൈസ് ആയിട്ടുണ്ടല്ലേ. പറ, നമ്മൾ ഇതൊക്കെ വീഡിയോസിൽ മാത്രമേ കണ്ടു. ഇത് നമ്മൾ ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയത്തില്ല, നേരിട്ട് കാണാൻ അടിപൊളി. എനിക്കിഷ്ടായി. തോണിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോകും. വരുമ്പോ തന്നെ കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഫോട്ടോ കാണിച്ചത് നമ്മളെ ചെയ്ത് തരാൻ 20 minutes എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ത് തൊട്ടാലും ലക്ഷങ്ങളുടെ കണക്കാണ്, അതാണ് നമ്മൾ തൊടാത്ത. അങ്ങനെ അമ്മൂനെ അവരെ വീഡിയോ ഒക്കെ എടുക്കാൻ വിളിച്ചിരിക്കുകയാണ്. ഇവിടെ ഒക്കെ ഭയങ്കര കളർഫുൾ ആണ്. നമ്മളും ഏതോ ബോട്ടിലൊക്കെ കയറാൻ പോകുന്നു. അമ്മു താലമൊക്കെ പിടിച്ച് അങ്ങനെ നമ്മൾ കേറി ഗൈസ്. എല്ലാരും കേറുന്നുണ്ട്, സൂക്ഷിച്ചേ. ഈ ഡ്രസ്സിന്റെ കൂടെ ഈ ഷൂ ഫൈനലി ഞങ്ങളും കേറിയിരിക്കുകയാണ് ഇതില്. നമ്മളിങ്ങനെ കാണിച്ച് തന്ന് നമ്മളും നല്ല രസമുള്ള ചെറിയൊരു പേടിയുണ്ട്. ഇത് ബോട്ടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങുന്നുണ്ട്. അതിന്റെ ഒരു അറ്റത്ത് ഞങ്ങളാണ് ഇരിക്കുന്നത്. ഈ ഒരു സാധനം തന്നിട്ടുണ്ട്. എനിക്ക് തോന്നി ഇത് കത്തിക്കാനാണ്, ഒരു മെഴുകുതിരിയാണ്. അതൊന്നും ഇവിടെ നിന്ന് കിട്ടില്ല. അമ്മ അവിടെ എന്തോ പൂവോ ചെടിയോ എന്തൊക്കെ എടുത്തോണ്ടിരിക്ക. എന്താ എടുക്കുന്ന
സ്റ്റാറ്റസ് ഇടാൻ പോവാ. അതുകൂടി കിട്ടുന്ന പിന്നെ വാരി കഴിക്കുന്നത് ഇങ്ങനെ എടുത്ത് റീൽസ് ഇടാം. നൈട്രജൻ സംതിങ് എന്തോ അമ്മ കഴിക്കാൻ പോവാണ്. മൂക്കി കൊടുക്കട്. അതാ കോല് ഇറക്കായിട്ട്. നമ്മളെ വിയറ്റ്നാം കുഞ്ഞു കുഞ്ഞു ഓറഞ്ച് നമ്മള് പറിച്ചു കൊടുത്ത്. അങ്ങനെ നമ്മൾ ഹൊയാനൊക്കെ പോയിട്ട് വന്നു ഗൈസ്. ഫുൾ ടയേർഡാണ്. അമ്മു ഡ്രസ്സൊക്കെ മാറ്റി വയ്യ, ഫുൾ ടയേർഡാണ്. നമ്മളിനി ഉറങ്ങാൻ പോകുന്നത്. ഇനി നാളെ കാലത്ത് കാണാം. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് ഡേ വ്ളോഗ് നമ്മൾ അവസാനിപ്പിച്ചു. ഓക്കെ, ഇനി അടുത്ത വ്ളോഗ് കാണാം.